ഈ വ്ളോഗ് എടുക്കുന്നത് രാവിലെ 11:48 രാത്രി 11:48. ഈ ഒരു 11 മണിയൊക്കെ ആയപ്പം എനിക്ക് എവിടുന്നും ഇല്ലാത്തൊരു വിശപ്പ്. അപ്പോഴത്തേക്ക് എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അങ്ങനെ ഞാൻ അടുക്കള ചെന്ന് നോക്കിയപ്പം പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ റൂമിൽ പോയി. എന്തിനാണ് റൂമിൽ പോയെന്ന് എനിക്കറിയത്തില്ല. റൂമിൽ ചെന്നപ്പോഴാണ് എന്തിനാണ് ഞാൻ റൂമിൽ വന്നത് എന്നാലോചിച്ചത്. പിന്നെയും ഞാൻ കിച്ചണിലോട്ട് പോയി. ആരും അറിയാതെ വേണമല്ലോ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പം കുക്കറെന്ന് ഫ്രിഡ്ജിൽ കുറച്ച് റൈസ് ഇരിപ്പുണ്ടായിരുന്നു. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. എങ്കിലും അതൊക്കെ പണിയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചോറുണ്ടായിരുന്നു, അപ്പോൾ സോയ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കാമെന്ന്. അങ്ങനെ സോയ ഞാൻ മറ്റേ ചൂടുവെള്ളത്തിലിട്ട് പിന്നെ വേറൊരു പാനിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് ജീരകം ഇട്ട്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തൊക്കെ ഇട്ടെന്ന്. പിന്നെ ഉണക്കമുളകിട്ട്, പിന്നെ സവോളയും പച്ചമുളകും അരിഞ്ഞതിട്ട് കുറച്ച് ഇട്ടുള്ളൂ കേട്ടോ, സവോളയൊന്നും അരിയാൻ വയ്യായിരുന്നു. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി. വെളുത്തുള്ളിയാണ് മെയിൻ, എനിക്ക് എല്ലാത്തിലും കുറച്ച് അധികം വെളുത്തുള്ളി വേണം കേട്ടോ. അങ്ങനെ അത് ഇട്ടിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു സോയ നമ്മൾ കുറേ വട്ടം കഴുകണമല്ലോ, അല്ലെങ്കിൽ സോയയ്ക്കൊരു വൃത്തിയുടെ ടേസ്റ്റാണല്ലോ. അല്ലെങ്കിലും സോയ ഒരു വൃത്തിയുടെ ടേസ്റ്റാണ്, പക്ഷേ ആ വൃത്തിയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ തിളപ്പിച്ച സോയ നന്നായിട്ട് കഴുകിയിട്ട് അതിനകത്ത് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി അരിഞ്ഞത് 2 അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു 1.5 തക്കാളി ഇട്ടിട്ട് പിന്നെ ഞാൻ വഴറ്റി ഇത്തിരി ഇങ്ങനെ ഗുളുകുള ആവാനായിട്ട്. പക്ഷേ ഗുളുകുള ആവുന്നതിൻ്റെ മുന്നേ ഞാൻ ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ട്, കാരണം എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു, നല്ല സൂപ്പറായിട്ട് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പൊടികളായിട്ട് കശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് മറ്റേ നമ്മുടെ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയാണ് ഇട്ടത്. മഞ്ഞൾപ്പൊടി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, പിന്നെ ഇടാൻ വയ്യ കാരണം മറ്റേതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, മറ്റേ പെരട്ടി വെച്ചേക്കുന്നതിനകത്ത്. എന്നിട്ട് ഇതെല്ലാം നല്ലോണം പച്ചമണം മാറുന്ന വരെ ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് സോയ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ച് ഈ തക്കാളി കുറച്ചിങ്ങനെ ഗുളുകുള ആവണമല്ലോ, അപ്പം മറ്റേ നമ്മുടെ വെള്ളം ഒഴിച്ച് കുറച്ച് വേവിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ തക്കാളി നല്ല പച്ച തക്കാളിയായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഐഡിയ മാറ്റി വെച്ച് പിന്നെ ഞാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി സോയ അങ്ങിട്ട് കുറച്ച് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ച്. എന്നിട്ട് ഞാൻ വിചാരിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ, ഇതുവരെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പെന്ന് പറയുന്ന സാധനം ഞാൻ ഇട്ടിട്ടേ ഇല്ല. അതായത് മറ്റേ സോയ തിളപ്പിക്കാൻ നേരം കുറച്ച് ഉപ്പിട്ട് കേട്ടോ. ആ ഉപ്പ് 2-3 വട്ടം കഴുകുമ്പോൾ അങ്ങ് പോകുമല്ലോ. പിന്നെ എന്തിനാണ് ആ ഉപ്പിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു. അതിന് ഞാൻ കുറച്ച് ഉപ്പിട്ടപ്പോൾ ഇത്തിരിയെങ്കിലും റെഡിയായി. അത് ഏതാ ഒരു കാക്ക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കുരുമുളകും പെരുജീരകവും കൂടെ ഒരുമിച്ച് ചതച്ചിട്ടങ്ങിട്ട് കേട്ടോ, പൊടിയില്ലായിരുന്നു, അതുകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് എന്നിട്ടൊന്ന് ഇളക്കി അവസാനം ഈ നാരങ്ങാ നീര് എനിക്ക് എല്ലാത്തിലും ഒഴിക്കണം കേട്ടോ. എനിക്കൊരു പുളിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഈ എരിവുള്ള കറികൾക്ക് ഒരു പുളിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ അച്ചാർ കഴിക്കുന്നത്, ആ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് നോക്കിയപ്പോൾ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം എന്തായാലും വിശന്നു, പിന്നെ സദ്യ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പപ്പടവും കൂടെ പൊരിച്ചിട്ട് പപ്പടവും ചോറും അച്ചാറും സോയയും പിന്നെ അമ്മ കുറച്ച് അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിയൽ എനിക്കതൊക്കെ ഇഷ്ടമല്ല കേട്ടോ, എനിക്കറിയത്തില്ല, എനിക്ക് വെജിറ്റബിൾസൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ അവിയലെന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സാധനം അത് എനിക്കിഷ്ടമല്ല. പിന്നെ ഈ പപ്പടം കാച്ചാൻ ശ്രമിക്കുന്നുണ്ട്, ഒറ്റ കൈ കൊണ്ട് പപ്പടം കാച്ചാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പം ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് ബാക്കി 3 ചുട്ട് എല്ലാം ഉണ്ടാക്കി വന്നപ്പോൾ 12:27 കേട്ടോ. പെട്ടെന്നുണ്ടാക്കി കഴിഞ്ഞ് കേട്ടോ. അപ്പം എൻ്റെ സോയ ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു, അത് തീർക്കണം, കാരണം അവശിഷ്ടങ്ങൾ രാവിലെ അമ്മ കാണാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്നാലും അമ്മയ്ക്ക് മനസ്സിലാവും, എന്നാലും ഞാൻ മറ്റേ കള്ളത്തരത്തിൻ്റെ അങ്ങേയറ്റമാണല്ലോ. അതുകൊണ്ട് എല്ലാം പാത്രമൊക്കെ കഴുകി വെച്ച്, ഇതെല്ലാം തിന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ പാത്രം കഴുകി വെച്ചത്. അപ്പം സോയയിലേക്ക് വരുമോ, നമ്മൾ സോയയാണല്ലോ ഇന്നത്തെ താരം. സോയയിലേക്ക് വരുവാണെങ്കിൽ സോയ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു രാത്രിയും ഞാൻ എപ്പോഴും ഞാൻ വ്ളോഗ് കണ്ടുകൊണ്ടാണ്, ആരെങ്കിലുമൊക്കെ വ്ളോഗ് കണ്ടുകൊണ്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ വ്ളോഗ് തപ്പുവാണ് ആരെങ്കിലുമൊക്കെ വ്ളോഗ് ഇട്ടിട്ടുണ്ടോയെന്നും. അങ്ങനെ ഞാൻ വ്ളോഗും കണ്ടുകൊണ്ട് കഴിക്കാൻ എന്ന് വിചാരിച്ച് അങ്ങനെ തിന്നുവാണ് ഗൈസ്. ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ടോ അറിയില്ല, വിശന്നിരുന്നോണ്ടാണോ എന്നും അറിയില്ല, നല്ല ടേസ്റ്റായിരുന്നു.
അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലായിരുന്നെന്ന് എനിക്കറിയാം, എന്നാലും ചുമ്മാ രസം, ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും ദൈവത്തെ ഓർത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും, കാരണം എനിക്ക് അത്രയ്ക്ക് തൊലിക്കട്ടിയാണ് ഗൈസ്. അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അത് എനിക്കൊരു സന്തോഷമാണ്, നിങ്ങൾക്കൊരു സന്തോഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ എനിക്കൊരു ത്വരയാണ് വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ ഇൻസ്റ്റാഗ്രാമത്തിൻ്റെ ID ഞാൻ താഴെ കൊടുത്തേക്കാം, അതിനകത്ത് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഫോട്ടോഷൂട്ടിൻ്റെ ഓരോ പരിപാടികളും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നല്ല തീറ്റയാണ് തിന്നത്, 2 കാലം ചോറ് തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. ശരി, ബൈ.